അത് വേണ്ട മോനെ, അത് മറ്റേ ഇങ്ങനെ വട്ടത്തിലുള്ള സാധനല്ലേ, അത് വേണ്ട കേട്ടാ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കോഴിക്കോടൊക്കെ പോയിട്ട് വന്ന് പിന്നെ കുറേ ദിവസത്തേക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നും ഉമ്മച്ചിയും അത്യാവശ്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയേക്കാണ്. രാവിലെ പോയതാണ് അവർ ഫസ്റ്റ് ബസ്സിന്. മറ്റു എൻഡോസ്കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ആശുപത്രിയിൽ പോയ സമയത്ത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. പക്ഷേ നമ്മൾ ഈ കോഴിക്കോടൊക്കെ പോയതുകൊണ്ട് അത് കുറച്ച് ലേറ്റായി. എന്നുവെച്ചാൽ ഉമ്മച്ചി അത്തശ്ശിയും കോഴിക്കോട് നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലല്ലോ. അപ്പോൾ അത്തശ്ശി അന്ന് കാസർഗോഡ് പോവുകയും ചെയ്തു, ഉമ്മച്ചി അവിടെ സ്റ്റക്കായി പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വാങ്ങിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ ഇനി താമസിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോയേക്കാണ് അവർ രണ്ടുപേരും കൂടി. റിസൾട്ട് വാങ്ങിച്ചിട്ട് അവിടെ ഡോക്ടറെ കാണിക്കണം. മറ്റു മെഷീനെ കൊണ്ടുപോകണ്ട, റിസൾട്ട് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ രാവിലെ പോയി. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. നിധിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. കണ്ണിന് ചെറിയൊരു വെള്ളം വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അവളെ കുളിപ്പിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാനുണ്ട്. കുറച്ച് അവളുടേതായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. സത്യത്തിൽ നമ്മളങ്ങനെ പെട്ടെന്ന് തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന് പിന്നെ പെട്ടെന്ന് തന്നെ കോഴിക്കോടേക്കൊക്കെ പോയി. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും വാങ്ങിക്കാൻ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോകുമ്പം അതും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അഫിയും ഇപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയേക്കുവാണ്. അവൾ എഴുന്നേറ്റ് ഞാനിപ്പോൾ മറ്റു മെഷീനെ ഏൽപ്പിച്ചേക്കാണ്. ഇനിയിപ്പം ചായ കുടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ പോവാണ് ഗൈസ്. അപ്പം കടലക്കറി പിന്നെ ചായ. അപ്പോൾ അങ്ങനെ ഫ്രഷായി ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇക്കായി കഫി അവിടെ ഒരുങ്ങുന്നുണ്ട്. നിധി ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പോകാൻ നേരത്തിന് അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഒരു വേഗതയേറിയ ലൈഫ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വെതർ കണ്ടീഷനൊക്കെ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അല്ലേ. എൻ്റെ സ്കിന്നിനെ നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പോൾ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഭയങ്കര കൂടുതലാണ് ആളുകൾക്ക് ഈ ചൂട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. അപ്പം എൻ്റെ ഫോണിലെ ഗാലറിയിലെ പഴയ ഫോട്ടോസൊക്കെ, ഓരോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസൊക്കെ, അതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു, നല്ല മൃദുലമായിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഒരു നാച്ചുറലായിട്ടൊരു പിങ്ക് ഗ്ലോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ സങ്കടം വരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡള്ളാണ്, അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റഡുമാണ്. അങ്ങനെ ഇതൊന്നും മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സീറത്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായിട്ടോ ഈ ഒരു ഡീഹൈഡ്രേഷനാണ് നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സ്കിൻ ഇങ്ങനെ ഡള്ളായി പോകുന്നതിന് കാരണം എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സിറത്തിനെ കുറിച്ചൊക്കെ അന്വേഷിച്ച് കുറേ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ, ആ സിറം എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൽ ഭയങ്കര ഹാർഷായിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയായിരുന്നു ഇതൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മാമാ എർത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ എസൻസ് സിറം വാങ്ങി യൂസ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ടെക്സ്ചറും അതുപോലെ തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് കോമ്പിനേഷനുമാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ അതുപോലെ തന്നെ ഹൈഡ്രോളിക് ആസിഡിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബീട്രൂട്ടും 1% ഹൈഡ്രോളിക് ആസിഡും ആണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്നും മാഞ്ഞു പോയിട്ടുള്ള ആ ഒരു നാച്ചുറൽ പിങ്ക് ഗ്ലോ ഉണ്ടല്ലോ, അത് തെളിഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടുള്ള 92% ഇൻസ്റ്റൻറ്റ് ഹൈഡ്രേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കൊരു പേടി പോലെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒച്ചിൻ്റെയൊക്കെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അതുപോലെ ഫീൽ ചെയ്യുമായിരുന്നു. എനിക്ക് അതായിരുന്നു ഓർമ്മ വന്നുകൊണ്ടിരുന്നത് കാണുമ്പോൾ. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് കംപ്ലീറ്റ്ലി വേഗൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. മാത്രമല്ല ഇതിൻ്റെ ഇത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. അത് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസം ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞാൽ തന്നെ ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു പിങ്ക് ഗ്ലോ, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പിങ്ക് ഗ്ലോ തരുന്നുണ്ട്. പിന്നെ ഇതിൽ 87% വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആകും കേട്ടോ. പിന്നെ കൂടാതെ HA ഉള്ളതുകൊണ്ട് സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ, അതായത് ഈ ഹൈഡ്രോളിക് ആസിഡിൻ്റെ അതുപോലെ ബീട്രൂട്ടിൻ്റെയും കോമ്പിനേഷൻ ആണല്ലോ. അപ്പം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള
ഒരു പിങ്ക് ഗ്ലോ തരും, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ശരിക്കും എൻ്റെ ഡെയിലി സ്കിൻ കെയർ റൊട്ടീനിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ പാർട്ടായി കഴിഞ്ഞു ഈ ഒരു പ്രോഡക്റ്റ്. ഇതാണ് കേട്ടോ പ്രോഡക്റ്റ്, മാമാഎർത്തിന്റെ ബീറ്റ്റൂട്ട് ഹൈഡ്രാ ഫുൾ എസൻസ് സിറം. അപ്പോൾ ഇതിന്റെ ഒരു ടെക്സ്ചർ കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഉച്ചിന്റെ വഴുവഴുപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യും, പക്ഷേ അത് ഒരു കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇത് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ. കംപ്ലീറ്റ്ലി വേഗൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇത് നമ്മളെ ഫേസിൽ നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പുള്ള ഒരു ഫേസ് പോലെ അല്ലല്ലോ ഇപ്പം, ശരിക്കും ആ ഒരു എന്താ പറയുക സോഫ്റ്റ്നെസ് തോന്നുന്നുണ്ട്, കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. മാത്രമല്ല ഹൈഡ്രേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് നല്ലൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാമാഎർത്തിന്റെ തന്നെ ബീറ്റ്റൂട്ട് ഹൈഡ്രാ ഫുൾ സൺസ്ക്രീൻ കൂടി യൂസ് ചെയ്യുക. അപ്പം ഇതിന്റെ ഒരു ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ തന്നെയാണ്. അപ്പോൾ ഇതും നമുക്ക് ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു സൺസ്ക്രീനും. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ സിറം ആയിക്കോട്ടെ രണ്ടും നല്ല അടിപൊളി പ്രോഡക്ട്സ് ആണ്. രണ്ടും മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ മാമാഎർത്തിന്റെ സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അജ്മൽ 2024 എന്ന് പറഞ്ഞാൽ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ മാമാഎർത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാമാഎർത്തിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരെ കറക്റ്റായിട്ട് നമ്മുടെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അവരുടെ ഒനിയൻ ഷാമ്പു ഉണ്ടല്ലോ, അത് നമ്മൾ കൊടുത്ത ഫീഡ്ബാക്കിനനുസരിച്ച് അവർ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അവരുടെ പ്രൊഡക്ട്സിന്റെ ബെസ്റ്റ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ ഇന്നോവേഷൻസിലൂടെയും റിസർച്ചിലൂടെയും അവർ കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മാമാഎർത്തിന്റെ പ്രോഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മുടെ നിയർ ബൈ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോൾ മാമാഎർത്തിന്റെ പ്രോഡക്ട്സ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വാങ്ങി യൂസ് ചെയ്ത് നോക്കും, നല്ല 2 പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ നിധി പയ്യെ എഴുന്നേക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അവളെ ഒന്ന് ഒരുക്കിയിട്ട് ഞാനും ഒരുങ്ങി നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്, കാഫിയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു മെഷീനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. മറ്റു മെഷീൻ ഇവിടെ തന്നെ ഇരിക്കണ്ടേ, കാറിലിരുന്നോളൂല്ലോ. അപ്പോൾ മറ്റു മെഷീനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവളെ ഞാൻ ഒരുക്കി മറ്റു മെഷീനൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ 1-2 ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച കോളേജ്, ന്യൂമാൻ കോളേജ് തൊടുപുഴ. 5 വർഷം ഇവിടെയായിരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയം പോലെ ഉള്ളൂ. ഇപ്പം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കോളേജൊക്കെ. ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങോട്ട് വരാതെ. അപ്പോൾ ഈ ഒരു എൻട്രൻസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോൾ ഈ വഴി പോയാലും നമുക്കൊരു നഷ്ടബോധം ഫീൽ ചെയ്യും കേട്ടോ. കാരണം ആ ഒരു 5 വർഷം തന്നെയായിരുന്നു. അത്രയും അടിപൊളിയായിരുന്നു. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത 5 വർഷമായിരുന്നു അത്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നത്, എന്നാലും കുറേ സമയം ഇരിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന്. അതിനു മുമ്പ് എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ATM കാർഡ് ഒന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ബ്ലോക്ക് ആക്കിയിട്ട് പുതിയതിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കോഴിക്കോടുള്ള സമയത്താണ് എനിക്ക് മെസ്സേജ് വരുന്നത്, ബാങ്കിൽ വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് തൊടുപുഴയ്ക്കൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇന്നിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചല്ലേ, പിന്നെ എപ്പോഴാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ATM കാർഡൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ, ബേബിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ക്രൈയിലാണ് പോയത്. അപ്പോൾ അവള് മെയിനായിട്ടും വേണ്ട സംഭവം എന്ന് വെച്ചാൽ അവളെ കിടത്തി കുളിപ്പിക്കാനുള്ള സംഭവം ഇതായിരുന്നു മെയിനായിട്ട് വേണ്ടിയിരുന്നത്. അത് വേണ്ട മോനെ, അത് മറ്റേ ഇങ്ങനെ വട്ടത്തിലുള്ള സാധനല്ലേ, അത് വേണ്ട കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഡയപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പം കുറേ നാളത്തേക്ക് സ്ഥിരം വാങ്ങിക്കേണ്ട ഒരു സംഭവമാണല്ലോ അത്. അപ്പോൾ അഫിയുടെ പോലത്തെ ജീപ്പ് കണ്ടപ്പോൾ നോക്കുന്നതാണ് കേട്ടോ. ഇത് ബ്ലൂ ആണ്, എൻ്റെ റെഡ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അഫിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലും ഉണ്ടല്ലോ, ഈ ആൺപിള്ളേർക്ക് ആകുമ്പോഴത്തേക്ക് പാൻറ് ഷർട്ട് അല്ലെങ്കിൽ ബനിയൻ അത്രേ ഉള്ളല്ലോ. പക്ഷേ ഈ പെൺപിള്ളേരുടെ കുഞ്ഞു കുഞ്ഞു ഫ്രോക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ ചെരുപ്പ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാവും കേട്ടോ. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, നമുക്കൊരു ഭയങ്കര ഒരു അട്രാക്ഷൻ ആണല്ലോ ഈ പെൺപിള്ളേരുടെ ചെരുപ്പ്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെരുപ്പുകൾ ഫ്രോക്കൊക്കെ കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഞാനത് ചുമ്മാ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ഫുഡ് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ അഫിക്ക് കുലിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടോ. ബൂസ്റ്റ് വിളിക്ക് ഫാനാണ്. ഞാനും ഇതായിരുന്നു, പക്ഷെ മധുരം പ്രശ്നമാണ്, അതുകൊണ്ട് പൈനാപ്പിളാണ് പറഞ്ഞത്. Coffee is waiting.
ഫോർ ബൂസ്റ്റ് കുലുക്കി. നല്ല വിശക്കുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറുണ്ണാൻ. പൈനാപ്പിൾ അഫിക്ക് ബൂസ്റ്റ് കുലുക്കി വന്നിട്ടുണ്ട്. ഇഷ്ടമാട്ടോ ബൂസ്റ്റ് കുലുക്കി, നല്ല ടേസ്റ്റാണ്. അങ്ങനെ കുലുക്കിയൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഉമ്മച്ചി ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പായിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരും വന്നു കേട്ടോ. പിന്നെ അതേ ബെൻസിത്തായും അളിയനൊക്കെ വന്നതാണ്. അവർ മാംഗോ ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവരിങ്ങോട്ട് വന്നതാണ്. ജ്യൂസ് അടിച്ചിട്ട് ചെരുവത്തിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് ജ്യൂസ് ആണല്ലോ, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐസായിട്ടാക്കിയിട്ട് സെറ്റാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ അത് കുടിച്ചു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ ഇന്ന് നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഹർഷ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളും അവളുടെ ഹസ്ബൻഡും വരുന്നുണ്ട്. അവൾ എറണാകുളത്ത് ഹോസ്റ്റലിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ബേബിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എൻ്റെ മാത്രമല്ല, ഇക്കാടെ ഫ്രണ്ട്സാണ് അവർ രണ്ടുപേരും. അപ്പോൾ അത്തശ്ശി മഞ്ചിക്കല്ല് വീട്ടിൽ പോയേക്കായിരുന്നു. അപ്പോൾ പിന്നെ അത്തശ്ശിനെ വിളിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അത്തശ്ശി പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇക്കായ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇക്കായ അഫീം പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരിയും അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരൊക്കെ അതിനുള്ള പരിപാടിയിലാണ്. അത്തശ്ശി ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ഉമ്മച്ചിയും അതുപോലെ തന്നെ അത്തശ്ശിയൊക്കെ അതിനുള്ള പരിപാടിയിലാണ്. അവൾ ഉറങ്ങുമായിരുന്നു, ഇപ്പോൾ പയ്യെ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാം. ഇതെന്തിനാ ഇത് ഇങ്ങനെ ഇരിക്കണേ? ഇന്നലെ നല്ല രുചിയാന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ ഉണ്ടാകുന്നില്ല. ഇത് ഫ്രൈ ചെയ്യാനാണോ? എന്ത് പാചകം ചെയ്താലും കല്ലില് അടുപ്പില് ഗ്യാസ് ഉപയോഗിക്കില്ല. എല്ലാം കിട്ടുന്നുണ്ട് നമ്മുടെ നാടൻ രീതി. അപ്പോൾ അടുക്കളയിൽ അവർ കൊണ്ടുപിടിച്ച പണിയിലാണ്. അതുകൊണ്ട് ഞാനിങ്ങ് റൂമിലേക്ക് വന്നു. പിന്നെ നിധി ഇവിടെ ഉറങ്ങുമായിരുന്നു. അപ്പം ഞാനിങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് കേട്ടോ പറഞ്ഞത്. എറണാകുളത്ത് നിന്ന് ഇവിടെ വരെ വരണമല്ലോ. അവൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് 6 മണിയൊക്കെ ആവുമായിരിക്കണം. പിന്നെ അവരെല്ലാവരും തിരക്കിട്ട പണിയിലാണ്. എല്ലാം റെഡിയായോ? അവരിതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ബീഫ് ഇത് അടുപ്പത്തിരിക്കണേ ഉള്ളൂ കേട്ടോ. ചിക്കൻ പിന്നെ പൊരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ പത്തിരി നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ഇത് ചായ വെച്ചേക്കാണ്. മൊത്തം അലങ്കോലമായിട്ട് കിടക്കുമല്ലേ. എല്ലാം കഴിഞ്ഞിട്ട് വേണമായിരിക്കും ഒതുക്കാൻ. അങ്ങനെ നമ്മളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിധി അത്തശ്ശിയുടെ കയ്യിലാണ് കേട്ടോ. അവളിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടിരിക്കണം അവളെ. അത് ശീലമാക്കരുതെന്ന് ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷേ എല്ലാവരും എടുത്തെടുത്ത് അങ്ങനെ ആയിട്ടോ. പിന്നെ ഇക്കാണെങ്കിൽ ഫോണിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവരെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എത്താറായോ എന്നൊക്കെ ചോദിച്ചിട്ട്. സമയം 7 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അവരിതുവരെ എത്തിയിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റായി തോന്നുന്നു. അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നു ലേറ്റ് ആവുന്നത്. പിന്നെ വൈകുന്നേരമൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അവർ വരട്ടെ. നമ്മളെല്ലാവരും ഇവിടെ വെയിറ്റിങ്ങിലാണ് അടുക്കളയിൽ. ഏകദേശം പണികളൊക്കെ ഒതുങ്ങിയും തോന്നുന്നു. അപ്പോൾ അവർ നമ്മുടെ അടുത്ത ടൗണിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിൽക്കാൻ നേരം അവർ കൂട്ടാൻ വേണ്ടിയിട്ട് പോയേക്കോ കേട്ടോ. അവർ വന്ന ടൈമിൽ ഞാൻ റൂമിലായിരുന്നു, ബേബിനെ ഫീഡ് ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫീഡ് എടുത്ത് ചുമ്മാ ചോദിച്ചാണ് മോനൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ എന്താ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. ഞാനപ്പോൾ ക്യാമറ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മിസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അഫിക്ക് ആൻറ്റി ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്.
പഠിക്കോ ഇതൊക്കെ കിട്ടിയിട്ട്? അത് ഇങ്ങനെ തന്നെ കിറ്റായിട്ട് തന്നെ കിട്ടുന്നല്ലേ? ഇല്ല. അഫിക്ക് എന്തൊക്കെയാ ഗിഫ്റ്റ് ഇല്ലാത്ത? അത് പെൻസിലൊക്കെ ഉണ്ട്. അഫിക്ക് സ്കൂളിൽ പോകുമ്പോ ഒന്നും വാങ്ങിക്കണ്ടല്ലേ? അവിടെ കുടഞ്ഞിട അവിടെ. അങ്ങനെ അഫിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവനത് അപ്പം തന്നെ എന്താണ് തുറന്നിട്ട് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ബുക്കിൽ കുറേ എന്താണ് കളർ പെൻസിലൊക്കെ വെച്ചിട്ട് വരയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കിട്ടിയപ്പോൾ തന്നെ അവനത് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം റൂമിൽ തന്നെ സംസാരിച്ചിരുന്നു. അവർ രണ്ടുപേരും പുറത്തിരുന്ന് സംസാരിച്ചു കേട്ടോ. പിന്നെ എന്താ ബേബിനെയൊക്കെ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രിപ്പിൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു എത്ര മണിക്ക് ഇറങ്ങി? 3:30 ആയപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 7:15 വീട്ടിലെത്തണേ. ബൈക്കിനൊക്കെയാണ് വന്നത്. ഞാൻ വിചാരിച്ചു കാറിലായിരിക്കും, ബൈക്കിനൊക്കെ വന്നത്. അതുകൊണ്ട് ഇപ്പോൾ എത്താൻ പറ്റിയെന്ന് പറയുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. കാറിനായിരുന്നെങ്കിൽ ഇപ്പോഴും എത്തില്ല എന്നാണ് അവള് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആണുങ്ങളൊക്കെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. അവർ പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അഫിക്ക് അതുപോലെ തന്നെ കുഞ്ഞാവയ്ക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. എനിക്കൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. അതെന്താ? ജിലേബി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് കഷ്ടപ്പെട്ട് പ്രസവിച്ചത് ഞാനതിൽ എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരുടെ ഗിഫ്റ്റ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. അടിപൊളി നോക്കട്ടെ. ഇന്നറുണ്ട്. ആനാ ഇതൊന്നും കൊടുക്കാൻ ഭയങ്കരൊക്കെ നല്ല സിമ്പിൾ അല്ലേ? ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കാണുന്നത് ഞാനൊരു ദിവസം കഞ്ഞാറുണ്ടായിരുന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അന്നാണ് ലാസ്റ്റ് കാണുന്നത്. പിന്നെ അതിനുശേഷം ഇന്നാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വിളിക്കും മെസ്സേജൊക്കെ ചെയ്യും. എന്നാലും കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഒത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ പ്രാവശ്യമൊക്കെ ഗൾഫിൽ നിന്ന് വന്നത് ഭയങ്കര സർപ്രൈസ് ആയിട്ടാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു പ്രാങ്ക് പോലെയൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ വിശദീകരിക്കുന്നതാണ് കേട്ടോ. എല്ലാവരും ചിരിച്ചൊരു വഴിക്കായി. ആക്ച്വലി ഇപ്പം ചിരിക്കുന്നുണ്ടെങ്കിലും അന്ന് ശരിക്കും പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് പറയുമ്പോൾ ഭയങ്കര കോമഡിയാണ്. എന്നാലും അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഫോണിൽ അന്ന് എടുത്ത ക്ലിപ്പിങ്സ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അവരെ കാണിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. അങ്ങനെ അവരിത് പോകാൻ ഇറങ്ങിയിട്ടോ. കുറേ നിർബന്ധിച്ച് ഇന്ന് നിൽക്കുക നാളെ പോകാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവൾക്ക് ലീവാണ്, പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട്. പക്ഷേ ചേട്ടന് ജോലിക്ക് പോകണമായിരുന്നു, അതുകൊണ്ട് അവർ പോയി. പിന്നെ ഇനി എറണാകുളം വരെ പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് തെറ്റുന്ന ഒരു വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഡിക്കായും പോകുന്നുണ്ട് അവരുടെ കൂടെ. അപ്പം കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതാണ്. ഭയങ്കര സന്തോഷമായിട്ട് അവർ വന്നതിൽ. അത് എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വന്നല്ലോ, അപ്പം ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.